നമ്മൾ കുറേ ഹിൻസ് കൊടുത്തു, കുറേ സിഗ്നൽസ് കൊടുത്തു, കുറേ സൈലൻസിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞു. എന്നിട്ടും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മുടെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ലേ? വൈ? ഹായ്, ഐ എം ഫാത്തിമ അബ്ദുൾ റഹ്മാൻ, റിലേഷൻഷിപ്പ് കോച്ച് who help love married women to create harmony with their husband and in-laws. ഞാൻ ഇന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനെ നമ്മളെ ഹസ്ബൻഡ്സിന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള മെത്തേഡുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ, ഹി ഈസ് നോട്ട് എ മൈൻഡ് റീഡർ. ഞാനൊരു ട്രൂത്ത് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വുമൻസ് പല ക്ലൂകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ ഹസ്ബൻഡ്സിന് നമ്മൾ ക്ലൂകൾ കൊടുത്താലും അവർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുക്കില്ല. അതാണ് അവരുടെ നേച്ചർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ പറയുമല്ലോ, എന്താണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അപ്സെറ്റ് ആണ്, ഞാൻ ടയേർഡാണ് എന്നൊന്നും എന്താണ് അവൻ മനസ്സിലാക്കാത്തതെന്ന് പറയുമല്ലോ. അവൻക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം പിക്കപ്പ് ചെയ്തെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, യുവർ ടോൺ മാറ്റേഴ്സ്. നിങ്ങൾ എന്ത് പറഞ്ഞു എന്നതിലല്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയാണ് അവിടെ മാറ്റർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാനാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയും, എന്നെ നിങ്ങൾ തീരെ ഇപ്പം കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് പകരം അവരോട് പറയാ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നന്നായി മിസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലും സംസാരിച്ചാലോ എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് അവരോട് സംസാരിക്കാം. ഇനി മൂന്നാമത്തെ കാര്യമാണ് ക്ലാരിറ്റീസ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കുറേ അസ്യൂം ചെയ്ത് വെക്കും, അവന് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ. പക്ഷേ ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് നിന്ന് പോകണമെങ്കിൽ തന്നെ അവിടെ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ഗസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൈക്രോ എക്സെപ്റ്റേഷൻ പോലും അവരുടെ അടുത്ത് പറയണം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അവരോട് പറയും, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന്. പക്ഷേ ശരിക്കും നമ്മൾ അവരോട് എങ്ങനെ പറയണം? എന്തിനാണ് സപ്പോർട്ട്? നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കുട്ടീനെ നോക്കലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട്. അത് അവരോട് തുറന്നു പറയാം. നിങ്ങൾ വീക്ക്ലി 2 ദിവസം മോളെ നോക്കുകയാണെങ്കിൽ അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കും. ദ ക്ലിയറർ യു ആസ്ക്, ദ ബെറ്റർ വിൽ റെസ്പോൺസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച്.